ഡൽഹിയിൽ അരങ്ങേറുന്നത് നാളിതുവരെ കാണാത്ത ജനരോഷമാണ്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ പ്രായഭേദമന്യേ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഒരു പതിറ്റാണ്ട് പിന്നിട്ട BJP ഭരണം രാജ്യത്തിന് വരുത്തിവെച്ച നാണക്കേട് ചെറുതല്ല. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ചയുടെ വെളിച്ചത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു ചോദ്യം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ തൊട്ടടുത്ത് കിട്ടിയാൽ നാം എങ്ങനെ പ്രതികരിക്കുമെന്നാണ്. കോൺഗ്രസ് MP രേണുക ചൗധരി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ തൊട്ടടുത്ത് കിട്ടിയപ്പോൾ നടത്തിയ രോഷപ്രകടനം ഇതാ നാടാകെ കേൾക്കുകയാണിപ്പോൾ. स्टूडेंट्स पे टीयर गैस, वाह रे वाह, क्या ताकतवान सरकार है. വെറും ഭീരുക്കൾ, ഒന്നിനും കൊള്ളാത്തൊരു സർക്കാർ. കർഷകർക്ക് നേരെ ജലപീരങ്കി, വിദ്യാർത്ഥികൾക്ക് നേരെ കണ്ണീർവാതകം. കൊള്ളാം, വളരെ മികച്ചത്. കുട്ടികൾക്ക് നേരെ ലാത്തി വീശുന്നത് ഭീരുത്വമാണ്, അല്ലാതെ ധീരതയല്ല. അത് തികഞ്ഞ നട്ടല്ലില്ലായ്മയാണ്. 21 കുട്ടികളെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്. താങ്കൾ രാജിവെക്കണം. കുട്ടികൾക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുന്ന വെറും രാക്ഷസന്മാർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ യുവജനരോഷം അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരായാണ് രേണുക ചൗധരി പൊട്ടിത്തെറിച്ചത്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഒരു സാധാരണ വീട്ടമ്മയുടെ മനസ്സാണ് രേണുക ചൗധരിയിൽ കണ്ടത്. 1 മാസത്തോളം ജന്തർ മന്ദറിലെ സഹന സമരത്തെ അവഗണിച്ചതിന് കേന്ദ്ര സർക്കാർ നൽകേണ്ടി വന്ന വലിയ വിലയാണിത്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് നീക്കിയ ജനാധിപത്യ വിരുദ്ധമായ രീതി എരിതീയിൽ എണ്ണയൊഴിച്ചു. പക്ഷേ ഈ സമരം എന്നായാലും നടക്കുക തന്നെ ചെയ്യുമായിരുന്നു. യുവജനരോഷത്തെ സ്വാഭാവികമായ പോരാട്ടപഥത്തിലെത്തിക്കാൻ ഇന്ന് ഇന്ത്യയിലെ വ്യവസ്ഥാപിത പ്രതിപക്ഷം അശക്തമാണ്. അതുകൊണ്ടാണ് അവ്യവസ്ഥമായ ഈ അണപൊട്ടലുണ്ടായത്. അത് ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുൻപിലുള്ളത്. സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രോക്കോച്ച് ജനതാ പാർട്ടി പോലൊരു നവാഗത കക്ഷിക്ക് സാധ്യമായതിനപ്പുറമുള്ള ജനസമാഹരണമാണ് ഡൽഹിയിൽ കാണുന്നത്. പ്രതിഷേധക്കാരെ നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ഓർമ്മപ്പെടുത്തി സ്വിഗ്ഗി, സൊമാറ്റോ വഴി ജന്തർ മന്ദറിലെ സമരക്കാർക്ക് ഭക്ഷണം എത്തുകയാണ്. ഓർഡറുകൾ എത്തിയത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. സമാനതകളില്ലാത്ത അനുഭവമാണിത്. കനത്ത മഴയെപ്പോലും വകവെക്കാതെ ഡൽഹിയിലെ സമരപ്പന്തലിലെത്തുന്ന ഡെലിവറി പങ്കാളികളുടെ ദൃശ്യങ്ങൾ X, Instagram തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകം തരംഗമായി കഴിഞ്ഞു. ഇതിനിടെ CJP വക്താക്കൾ JP നദ്ദയുടെ വസതിയിലെത്തി ചർച്ച നടത്തി. സോനം വാങ്ചുക്കിന്റെ അടിയന്തര മോചനം, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം എന്നീ നിർദ്ദേശങ്ങളാണ് CJP മുന്നോട്ട് വെച്ചത്. ഇനി കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സഞ്ജയ് സിംഗ് പറഞ്ഞത് തന്നെയാണ്. ഇത് ഈ രാജ്യത്തിൻ്റെ പാർലമെന്റാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വകാര്യ ആസ്ഥാനമല്ല. यह भारतीय जनता पार्टी का साधन नहीं है, यह हम सबका साधन है. यह गुंडागर्दी के खिलाफ नारा लगाएंगे. यह तो रोक दिया आपने.